ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ആന്ധ്രാപ്രദേശിൽ 2 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങൾക്ക് ഒഡീഷയിൽ തുടക്കമായി. വികസിത് ഭാരത് ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ യുവ പ്രവാസികൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലുകൾ അവലോകനം ചെയ്യുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് സമാപനം. പോയിന്റ് നിലയിൽ തൃശൂർ 1ാമത്, പാലക്കാടും കണ്ണൂരും തൊട്ടുപിന്നിൽ. അസമിലെ ഉംറാങ്സോ കൽക്കരി ഖനിയിൽ കുടുങ്ങിയ തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. ISL ഫുട്ബോളിൽ ഇന്ന് ഗോവ ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിൽ 2 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിലുള്ള ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഹബിന്റെ ശിലാസ്ഥാപനം അദ്ദേഹം വിശാഖപട്ടണത്ത് നിർവഹിക്കും. 1,85,000 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിനുമൊപ്പം റോഡ് ഷോയിലും ശ്രീ മോദി ഇന്ന് പങ്കെടുക്കും. ആന്ധ്ര യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനത്ത് തുടർന്ന് നടക്കുന്ന പൊതുയോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 19,500 കോടി രൂപയുടെ റെയിൽ റോഡ് വികസന പദ്ധതികൾ, ചെന്നൈ ബംഗളൂരു വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമായ ക്രിസ് സിറ്റി പദ്ധതി എന്നിവയ്ക്കും അദ്ദേഹം ചടങ്ങിൽ തുടക്കം കുറിക്കും. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങൾക്ക് ഒഡീഷയിൽ തുടക്കമായി. 75 രാജ്യങ്ങളിൽ നിന്നുള്ള 6000-ഓളം പ്രവാസി ഇന്ത്യൻ പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. യുവ പ്രവാസി ഭാരതീയ ദിവസ് പരിപാടിയോടെയാണ് 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായത്. വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള യാത്രയിലാണ് ഇന്ത്യയെന്നും യുവ പ്രവാസികൾക്ക് ഇതിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. Now you all know that it is customary to hold a conclave of our younger generation as part of the PBD celebrations. The thinking behind that is one of recognizing the special contribution that young minds make at home and abroad. We have just started our journey towards Viksit Bharat. This is an endeavor that is very much about the future generation. കേന്ദ്രമന്ത്രിമാരായ പവിത്ര മാർഗരീറ്റ, മൻസുഖ് മാണ്ഡവ്യ, ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അധ്യക്ഷത വഹിക്കും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 2 ബില്ലുകൾ അവലോകനം ചെയ്യുന്നതിനുള്ള സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 39 അംഗ സമിതിയിൽ ലോക്സഭയിൽ നിന്ന് 27 എംപിമാരും രാജ്യസഭയിൽ നിന്ന് 12 അംഗങ്ങളുമാണ് ഉള്ളത്. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാനത്തിൽ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. നിയമവിദഗ്ധർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്നും അഭിപ്രായം തേടിയ ശേഷമാകും റിപ്പോർട്ട് തയ്യാറാക്കുകയെന്ന് JPC അധ്യക്ഷൻ PP ചൌധരി പറഞ്ഞു. हम प्रयास करेंगे कि सारे स्टेक होल्डर्स हैं, जिसकी ओपिनियन, जिसकी राय बहुत अहम है, कि हम सबको सुने, सबकी इनपुट लें और उस राय को लेने के बाद हम जो पार्लियामेंट ने हमें बिल दिया है उसको हम अनबायस ओपन माइंड से और हम उसको एग्जामिन करेंगे डिस्पैशनेटली. हम नेशनल इंटरेस्ट में सब मिलकर वर्क करेंगे और कंसेंसस की हम कोशिश करेंगे. ये हमारा प्रयास रहेगा. BJP നേതാക്കളായ അനുരാഗ് സിംഗ് ഠാക്കൂർ, പർഷോത്തം റുപാല, പ്രതിപക്ഷ അംഗങ്ങളായ പ്രിയങ്ക ഗാന്ധി, മനീഷ് തിവാരി, സുപ്രിയ സുലെ തുടങ്ങിയവർ JPCയിൽ അംഗങ്ങളാണ്. ISROയുടെ പുതിയ ചെയർമാനായും ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയായും ഡോക്ടർ V. നാരായണൻ ഈ മാസം 14-ന് ചുമതലയേൽക്കും. നിലവിലെ ISRO ചെയർമാൻ S. സോമനാഥിന്റെ കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്നാണ് പുതിയ നിയമനം. നിലവിൽ ISROയുടെ വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ് V. നാരായണൻ. 4 പതിറ്റാണ്ടായി ISROയിൽ സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം റോക്കറ്റ് ബഹിരാകാശ പേടക മേഖലയിലെ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനമാകും. വൈകുന്നേരം 5 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. 242 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 980 പോയിന്റുമായി തൃശൂർ ജില്ലയാണ് മുന്നിൽ. 976 പോയിന്റുമായി പാലക്കാട് രണ്ടാം സ്ഥാനത്തും 974 പോയിന്റുമായി കണ്ണൂർ മൂന്നാം സ്ഥാനത്തുമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ജില്ലകൾ തമ്മിൽ നടക്കുന്നത്. മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ നാടോടി നൃത്തം രാവിലെ 11 മണിയോടെ പൂർത്തിയായി. ഗോത്രകലാരൂപങ്ങളായ ഇരുള നൃത്തം ഭാരത് ഭവനിലും പളിയ നൃത്തം നിശാഗന്ധിയിലും പുരോഗമിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ അവസാനിക്കുന്ന രീതിയിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്ക് മന്ത്രി വി ശിവൻകുട്ടി സ്വർണ്ണക്കപ്പ് സമ്മാനിക്കും. ചൂരൽമലയിലെ വിദ്യാർത്ഥികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക സമ്മാനം നൽകും. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ നാളെ കേരളത്തിലെത്തും. കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന സുഗത സൂക്ഷ്മവനം പരിപാടി എറണാകുളം വടുതല ചിന്മയ വിദ്യാലയത്തിൽ അദ്ദേഹം നാളെ ഉദ്ഘാടനം ചെയ്യും. കൊട്ടാരക്കരയിലും പാരിപ്പള്ളിയിലും നടക്കുന്ന സുഗത സൂക്ഷ്മവനം ഉദ്ഘാടന ചടങ്ങിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുക്കും. അമൃതാനന്ദമയി മഠവും അദ്ദേഹം സന്ദർശിക്കും. സിനിമാ താരം ഹണി റോസിന്റെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ. വയനാട് മേപ്പാടി നെല്ലിമുണ്ടയിൽ നിന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ CBI പ്രത്യേക കോടതി 5 വർഷം കഠിന തടവിന് വിധിച്ച് 4 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരുടെ ശിക്ഷയാണ് സ്റ്റേ ചെയ്തത്. അസമിലെ ഉംറാങ്സോ കൽക്കരി ഖനിയിൽ കുടുങ്ങിയ തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. പാരാഡേവേഴ്സാണ് മൃതദേഹം കണ്ടെത്തിയത്. 9 തൊഴിലാളികൾ കൽക്കരി ഖനിയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് നിഗമനം. സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിസ്വ ശർമ്മ കുടുങ്ങിക്കിടക്കുന്നവർക്കായി സൈന്യവും NDRFും രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നതായും അറിയിച്ചു. അനധികൃത ഖനനമാണ് ഇവിടെ നടന്നിരുന്നതെന്നും അസം മുഖ്യമന്ത്രി പറഞ്ഞു. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മഹാകുംഭമേളയ്ക്കൊരുങ്ങി ഉത്തർപ്രദേശ്. തീർത്ഥാടകരുടെ സുഗമമായ സഞ്ചാരം ഉറപ്പാക്കുന്നതിന് പ്രത്യേക ട്രെയിനുകൾക്ക് പുറമെ ഇലക്ട്രിക് ബസ്സുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ 7000 ബസ്സുകളും കുംഭമേള നടക്കുന്ന പ്രദേശങ്ങളിൽ 350 ഷട്ടിൽ ബസ്സുകളും ഇതോടനുബന്ധിച്ച് സർവീസ് നടത്തുമെന്ന് ഉത്തർപ്രദേശ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അറിയിച്ചു. പ്രയാഗ്രാജിൽ ഈ മാസം 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള. പ്രയാഗ്രാജിൽ പോലീസ് സുരക്ഷാ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. ഡ്രൈവർമാർക്കായുള്ള പരിശീലന കേന്ദ്രങ്ങൾ രാജ്യത്താകെ സജ്ജമാക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾക്ക് പദ്ധതിയിലൂടെ പ്രോത്സാഹനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദഗ്ധരായ ഡ്രൈവർമാരുടെ അഭാവം പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നതാണ് പുതിയ പദ്ധതി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്ന് അതിശൈത്യം അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞിനും സാധ്യതയുണ്ട്. രാജ്യത്തിന്റെ വടക്കൻ മേഖലയിൽ വിമാന ട്രെയിൻ ഗതാഗതത്തെ മൂടൽമഞ്ഞ് സാരമായി ബാധിച്ചിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് ഗോവ ഹൈദരാബാദ് പോരാട്ടം. രാത്രി 7:30 ഗോവയിലെ ഫതോട്ട സ്റ്റേഡിയത്തിലാണ് മത്സരം. ടൂർണമെന്റിൽ 25 പോയിന്റുമായി ഗോവ മൂന്നാമതും 8 പോയിന്റുമായി ഹൈദരാബാദ് 12ാം സ്ഥാനത്തുമാണ്. I-ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FC ഇന്ന് ഡൽഹിയെ നേരിടും. പഞ്ചാബിലെ മാഹിൽപൂരിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. കോലാലംപൂരിൽ നടക്കുന്ന മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ ധ്രുവ് കപില തനിഷ കാസ്ട്രോ സഖ്യം പ്രീ ക്വാർട്ടറിൽ കടന്നു. ദക്ഷിണ കൊറിയൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ താരങ്ങൾ അവസാന 16 ഇടം പിടിച്ചത്. പ്രീ ക്വാർട്ടറിൽ നാളെ ചൈനീസ് സഖ്യത്തെ ഇരുവരും നേരിടും. ബംഗ്ലാദേശിലെ ബീരാംപൂർ അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച 8 പേരെ ബംഗ്ലാദേശ് അതിർത്തി സുരക്ഷാ സേന പിടികൂടി. അനധികൃത കുടിയേറ്റ ശ്രമത്തിന് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ആന്ധ്രാപ്രദേശിൽ 2 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങൾക്ക് ഒഡീഷയിൽ തുടക്കമായി. വികസിത് ഭാരത് ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ യുവ പ്രവാസികൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലുകൾ അവലോകനം ചെയ്യുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു.
63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് സമാപനം. പോയിന്റ് നിലയിൽ തൃശൂർ ഒന്നാമത്, പാലക്കാടും കണ്ണൂരും തൊട്ടുപിന്നിൽ. അസമിലെ ഉംറാങ്സോ കൽക്കരി ഖനിയിൽ കുടുങ്ങിയ തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. ISL ഫുട്ബോളിൽ ഇന്ന് ഗോവ ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.